ഇന്ന് പതിവില്ലാതെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തലക്കീട്ടൊക്കെ കെട്ടിയതാ വാതിക്കൽ നിൽക്കുകയാണ്. രാവിലെ ചായ കുടിച്ചുകൊണ്ടെന്നാൽ വെയിൽ കൊള്ളാമെന്ന് വിചാരിച്ചത്. ആ ഫ്രണ്ടിൽ പോയി വാതിക്കൽ ഊഞ്ഞാലുണ്ടല്ലോ, അപ്പോൾ ഊഞ്ഞാലിൽ പോയി ഇരിക്കുകയാണ്. കാത്തുണ്ടായിരുന്നു എൻ്റെ കൂടെ. പിന്നെ അവളെ എടുത്ത് വെച്ചിട്ട് കുറച്ച് സമയം ഞങ്ങൾ ഊഞ്ഞാലയിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ചോട്ടാ. ആൾക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം എപ്പോൾ ചായ കുടിച്ചാലും ആൾക്ക് കുറച്ച് കൊടുക്കും. അപ്പോൾ ഇന്ന് രാവിലെ കുളിച്ചത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, നമ്മുടെ അച്ചാച്ചൻ്റെ കുടുംബാമ്പലത്തിൽ ഇന്ന് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാവിലെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ റെഡിയായി ഞങ്ങൾ വള്ളത്തിൽ കയറിയിട്ട് നേരെ അമ്പലത്തിൽ വന്നിട്ടാ. നമ്മുടെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയാൽ മതി. അങ്ങനെ അമ്പലത്തിൽ വന്ന് രാവിലത്തെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കാപ്പി കുടിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോട്ട് തിയേറ്ററിലോട്ട് മാറിന്നിട്ടാണ്. അമ്പലത്തിനോട് ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ശിവയും അച്ചും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ആ ബോട്ട് തിയേറ്ററിൽ ഇരിക്കുകയാണ്. ബോട്ട് എപ്പോഴും ഇങ്ങനെ വരുന്ന കാരണം ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവിടെ കുറച്ച് സമയം അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരു തെങ്ങുംചോടൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന്. എൻ്റെ വീട്ടിൽ ഇതുവരെ കാണാത്തൊരു പുതിയൊരാളാണ് ഇട്ടത്. പുലരിയൊക്കെ നമ്മുടെ അനുരൂപണ്ണൻ്റെ പെങ്ങളാണ്. അങ്ങനെ അവിടെ നിന്ന് കുറേ സമയം അക്ക പറഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ പുലരിയക്കയുടെ വീട്ടിലേക്ക് പോവാണ്. ഭയങ്കര ചൂടാണ് കേട്ടോ, കാരണം ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അനുരൂപണ്ണൻ്റെ മോൻ. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം. ഇതുകൂട്ടാന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഉച്ചപൂജ കഴിഞ്ഞുള്ള സമയമായി. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അണ്ണൻ്റെ വെള്ളത്തിൽ തന്നെ നമ്മളിത് അങ്ങോട്ട് പോവാണ്. അങ്ങനെ അമ്പലത്തിൽ വന്നു കേട്ടോ. പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒത്തിരി ലോങ് ആയിട്ടുള്ള വീഡിയോ ഇടാൻ പറ്റില്ല, കാരണം 3 മിനിറ്റല്ലേ നമുക്ക് ഷോർട്സിൽ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കാരണം കുറച്ച് ഷോർട്ടായിട്ട് എല്ലാം എടുത്തിട്ടുള്ളൂ. അങ്ങനെ കലശവും പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് മാറി. ഇത് അനുരൂപണ്ണൻ്റെ മൂത്ത മോളാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ശിവേനെ ഒട്ടും നിർബന്ധിച്ചിട്ടില്ല കേട്ടോ. ആൾ പോസ് ചെയ്ത് നടക്കുമൊന്നും അല്ല, ഞാൻ അല്ലാണ്ട് എടുത്തതാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡാണ്. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് അണ്ണൻ്റെ വെള്ളത്തേരുന്ന് തന്നെയാണ് കഴിക്കുന്നത്. കായൽ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് ചൂടുണ്ട്, പക്ഷെ എന്നാലും കാറ്റുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് വൈകിട്ട് ഞങ്ങൾ റെഡിയായിട്ട് പോവുകയാണ്. അമ്പലത്തിൽ തന്നെ താലം ഉണ്ടായിരുന്നു. അങ്ങനെ താലത്തിന് പോവാണ്. ഞാൻ താലം എടുക്കുമെന്ന് ഒട്ടും വിചാരിച്ചില്ല കേട്ടോ, കാരണം കുടു ഉണ്ടായിരുന്നല്ലോ കയ്യിൽ. അത് കാരണം ഞാൻ താലം ഒന്നും ഒരുക്കി പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ശാലി ചിറ്റ ഉണ്ടായിരുന്നു. ചിറ്റ പറഞ്ഞു കുടുവിനെ ചിറ്റ പിടിച്ചോളാം, നീ എന്നാൽ ചിറ്റയുടെ താലം എടുത്തോളാൻ പറഞ്ഞിട്ട് ഞാനായിട്ടോ പിന്നെ താലം എടുത്തത്. അങ്ങനെ താലമായിട്ട് അമ്പലത്തിൽ വന്ന് കുറച്ച് ദൂരം ഉണ്ട്, എന്നാലും പെട്ടെന്ന് നമ്മൾ എത്തിയിട്ടാണ് നടന്നു വന്നു. അങ്ങനത്തെ പൂജ സമയത്ത് താലം കയറുന്ന ആ സമയത്ത് നമുക്ക് പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നത്. ഹരിയാണ്ടേക്ക് അച്ഛൻ്റെ കുടുംബാമ്പലാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ വെടിക്കെട്ടും പരിപാടിയൊക്കെയാണ്. അങ്ങനെ ഇതോടുകൂടി നമ്മളുടെ അവിടുത്തെ പരിപാടിയൊക്കെ തീർന്നിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളുടെ പാലച്ചോട് അമ്പലത്തിൽ ഇന്ന് അവസാന ദിവസമാണ്. അപ്പോൾ അവിടെ നാടൻപാട്ടും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി അവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാലച്ചോട് അമ്പലത്തിലേക്ക് പോവാണ്. ഞങ്ങളുടെ ചെന്നപ്പോഴത്തേനും കൊടിയിറക്ക് ആ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെണ്ടകൊട്ടും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. പിന്നെ നാടൻപാട്ട് ആലപ്പുഴ ഉച്ചയുടെ നാടൻപാട്ടായിരുന്നു കേട്ടോ. അത് കുറച്ചേ കണ്ടുള്ളൂ, കാരണം കൂടുതൽ വഴക്കായത് കാരണം ഞങ്ങൾ വള്ളത്തിലേക്ക് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.